നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മുകുന്ദപുരം താലൂക്കിൽ 37 സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ മൾട്ടിപർപ്പസ് ഹാൾ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മാന്നാമംഗലം ഫോറസ്റ്റ് പരിധിയിൽ വന്യജീവി ആക്രമണം ലഘൂകരിക്കാൻ വൃക്ഷത്തൈകൾ നടുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സമ്പൂർണ്ണ യോഗ കൈവരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളെ പ്രത്യേകമായി അംഗീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. വിശദമായ വാർത്തകളിലേക്ക്. 37 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. മുകുന്ദപുരം താലൂക്കിന് കീഴിൽ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ എടത്തിരിഞ്ഞി സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉൾപ്പെടെ സംസ്ഥാനത്തെ 37 സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണോദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ഓൺലൈനായാണ് മറ്റു സ്ഥലങ്ങളിലെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. സംസ്ഥാനത്ത് എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന നയത്തിന്റെ ഭാഗമായി ഇതുവരെ 4,09,958 പട്ടയങ്ങൾ വിതരണം ചെയ്തതായി മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 140 നിയോജക മണ്ഡലങ്ങളിൽ എല്ലാ ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തി പട്ടയ അസംബ്ലി നടത്തി അർഹരായ ഭൂരഹിതർക്ക് ഭൂമി നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. ഫെയർ വാല്യൂ വിഷയം ഉടൻ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ഇരിങ്ങാലക്കുട RDOയെ ഇതിന്റെ ഉത്തരവാദിത്വമുള്ള ഓഫീസറായി നിയമിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. കേരള സർക്കാരിന്റെ 2023-24 പ്ലാൻ സ്കീമിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് എടത്തിരിഞ്ഞി വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസായി നിർമ്മിക്കുന്നത്. കേരള സർക്കാരിന്റെ 2021-22 പ്ലാൻ സ്കീമിൽ ഉൾപ്പെടുത്തി 44 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് വടക്കുംകര വില്ലേജ് ഓഫീസ് സ്മാർട്ട് വില്ലേജ് ഓഫീസായി നിർമ്മിക്കുന്നത്. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അസ്മ ബി ലത്തീഫ്, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിയോ ഡേവിസ്, വാർഡ് മെമ്പർമാരായ ബിജു പോൾ, വർഷ പ്രവീൺ, ഷംസു വെളുത്തേരി, കെ കൃഷ്ണകുമാർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സമ്പൂർണ്ണ യോഗ കൈവരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളെ പ്രത്യേകമായി അംഗീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. യോഗ ജനകീയമാക്കാൻ ആയുഷ് വകുപ്പിന്റെ ശക്തമായ ഇടപെടൽ, മികച്ച പ്രവർത്തനങ്ങൾ നടത്തി സമ്പൂർണ്ണ യോഗ കൈവരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളെ പ്രത്യേകമായി അംഗീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മറ്റുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രചോദനമാകാൻ ഇത് സഹായിക്കും. തൃശൂരിൽ നടന്ന അന്താരാഷ്ട്ര യോഗ ദിനാചരണം സംസ്ഥാനതല ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 10,000-ലധികം യോഗ ക്ലബ്ബുകൾ സ്ഥാപിച്ചു. എല്ലാ പഞ്ചായത്തുകളിലും ക്ലബ്ബുകൾ സ്ഥാപിക്കുന്നതിന് പ്രത്യേകമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. മാതൃമരണവും ശിശുമരണവും നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കുറവാണ്. ഏറ്റവും നല്ല ആരോഗ്യ സൂചികകൾ ഉള്ള സംസ്ഥാനം കൂടിയാണ്. എങ്കിലും ജീവിതശൈലി രോഗങ്ങളും രോഗാതുരതയും വെല്ലുവിളിയാണ്. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ എൽ ഗോബ്രഗഡെ, നാഷണൽ ആയുഷ് മിഷൻ സ്റ്റേറ്റ് മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സി സജിത് ബാബു, ആരോഗ്യവകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ TP ശ്രീദേവി, നാഷണൽ ഹെൽത്ത് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ P സജീവ് കുമാർ, ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ നിഖില നാരായണൻ, ഡോക്ടർ റെനി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. നടക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം യോഗയ്ക്ക് സവിശേഷമായിട്ടുള്ള പ്രാധാന്യം നൽകിയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. എല്ലാ പഞ്ചായത്തുകളിലും യോഗ ക്ലബ്ബുകൾ സ്ഥാപിക്കുന്നതിന് ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ആയുഷിൻ്റെ സ്ഥാപനങ്ങൾ വഴി യോഗ പരിശീലിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഏക ലോകം ഏക ആരോഗ്യം എന്ന വലിയ സങ്കല്പത്തെ മുൻനിർത്തിയാണ് യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ ദിവസം നമ്മൾ സംസാരിക്കുന്നത്. വാസ്തവത്തിൽ യോഗ നമ്മുടെ ഒരു ജീവിത രീതിയും ഒരു സംസ്കാരവും കൂടിയാണ്. ജീവിതശൈലീ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. കേരളത്തിൽ ആയുർ ദൈർഘ്യം ഏറ്റവും ഉയർന്ന നിലയിലുള്ള സംസ്ഥാനമാണ് കേരളം. ഏറ്റവും ആയുസ്സുള്ളവർ ജീവിക്കുന്നത് കേരളത്തിലാണ്. നമ്മുടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റിയും മെറ്റേണൽ മോർട്ടാലിറ്റിയും ഒക്കെ
വളരെ വളരെ കുറവാണ്, രാജ്യത്തെ ഏറ്റവും കുറവാണ്. ഏറ്റവും നല്ല ഹെൽത്ത് ഇൻഡിസസ് ഉള്ള രാജ്യങ്ങൾക്ക് തുല്യമാണ് നമ്മുടെ ഈ ഹെൽത്ത് ഇൻഡിസസ്. പക്ഷേ നമ്മൾ നേരിടുന്ന വെല്ലുവിളി രോഗാതുരതയാണ്. രോഗാതുരത കുറയ്ക്കുന്നതിന്, മോർബിഡിറ്റി കുറയ്ക്കുന്നതിന് യോഗ പരിശീലിക്കുക എന്നുള്ളത് വളരെ 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 പ്രധാനപ്പെട്ടതാണ്, വളരെ അനിവാര്യമാണ്. റിലാക്സ്, കൈകൾ രണ്ടും സാവധാനം താഴേക്ക് കൊണ്ടുവരിക. കാൽമുട്ടുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം ശ്രദ്ധിക്കാം. വലതുവശത്തേക്ക് തിരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് സാവധാനം തിരികെ വരിക. ഇതുപോലെ മറുവശത്തേക്ക് ആവർത്തിക്കാം. താഴേക്ക് കൊണ്ടുവരിക. തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡിനു സമീപം സ്ഥാപിച്ചിരിക്കുന്ന ലഹരി വിരുദ്ധ ശില്പം കോർപ്പറേഷൻ അനുവദിച്ച സ്ഥലത്ത് സ്പോൺസർഷിപ്പ് വഴിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 3.5 ടൺ ഭാരമുള്ള ശില്പത്തിന് 40 അടി നീളവും 18 അടി വീതിയും 3.5 ടൺ ഭാരവുമുണ്ട്. ലഹരി ഭൂതത്തെ കണ്ട് ഭയന്നോടുന്ന വിദ്യാർത്ഥിയും സഹായത്തിലെത്തുന്ന പോലീസും എരിയുന്ന സിഗരറ്റ് എന്നിവയുടെ ശില്പങ്ങളും ഒപ്പമുണ്ട്. ലഹരിക്കെതിരെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ശില്പമാണ് ഇതെന്ന് ശില്പി അവകാശപ്പെടുന്നു. ഇത്തരമൊരു ശില്പത്തിന്റെ നിർമ്മാണത്തിന് അനുമതി നൽകി മുൻകൈയെടുത്ത് തൃശൂരിന്റെ വികസനം ലോക ശ്രദ്ധയിലെത്തിച്ച മേയർ MK വർഗീസ് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുവെന്ന് ശില്പത്തിന്റെ ശില്പി ഡാവിഞ്ചി സുരേഷ് പറഞ്ഞു. നമ്മളറിയണം, സാംസ്കാരിക തലസ്ഥാനം എന്ന് തൃശ്ശൂരിന് അറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് വെറുതെ നൽകിയിട്ടുള്ളതല്ല. ഇന്ന് കേരളത്തിനകത്ത് തൃശ്ശൂർ എന്ന് പറയുന്ന ഈ നഗരം ഒരു വിദ്യാഭ്യാസ ഹബ്ബാണ്. അറിയുന്ന പോലെ ഏഷ്യയിൽ തന്നെ അറിയപ്പെടുന്ന യുനെസ്കോ അംഗീകരിച്ച ലേണിംഗ് സിറ്റിയാണ് തൃശ്ശൂർ. നമുക്കത് വെറുതെ ലഭിച്ചതല്ല. ഏറ്റവും കൂടുതൽ അക്കാദമികളുള്ള സ്ഥലം തൃശ്ശൂരാണ്. ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റിയിലുള്ള സ്ഥലം തൃശ്ശൂർ. ഉന്നത വിദ്യാഭ്യാസത്തിന് ഏറ്റവും യോഗ്യമായ സ്ഥലം തൃശ്ശൂർ തന്നെയാണ്. സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന ഗുജറാത്തിനെ പോലും പിന്നാക്കം നാക്കിക്കൊണ്ട് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സിറ്റി ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം തൃശ്ശൂർ. ഇതിലൊക്കെ കേരളവും വലിയ മുന്നിലാണ്. ഏത് രാജ്യത്ത് തന്നാലും മലയാളി അതിൻ്റെ ഉന്നതിയിലുണ്ടായിരിക്കും. പക്ഷേ മറ്റു ചില കാര്യങ്ങളിൽ നമ്മൾ അതിനു മുന്നിലാണ്. മദ്യപാനത്തിൽ 1ാം സ്ഥാനം നിൽക്കുന്ന സ്ഥലം ഇന്ത്യയിൽ ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം അത് കേരളമാണ്. അതിൻ്റെ കൂടെയാണ് ഇന്ന് ലഹരി മരുന്നുകളെല്ലാം വന്നു തുടങ്ങിയത്. മദ്യപാനത്തിൽ കൂടി സന്തോഷം കാണാത്ത പുതിയ തലമുറ സിന്തറ്റിക് ഡ്രഗിന് അടിമകളാകുന്ന, ഉപയോഗിക്കുന്ന, ഭാവി ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ദേശദ്രോഹികളാണ് ഇന്ന് സമൂഹത്തിനകത്ത് ഏറ്റവും വലിയ കഷ്ടനഷ്ടങ്ങൾ കൊണ്ടുവരുന്നത്. നമുക്കറിയാം, ഈ നാടിനെ നമ്മൾ തിരിച്ചേൽപ്പിക്കണം. വരും തലമുറയെ തിരിച്ചേൽപ്പിക്കുമ്പോൾ ആ തലമുറയെ ഇല്ലാതെ. കേരള വനം വന്യജീവി വകുപ്പിന്റെയും പുത്തൂർ പഞ്ചായത്തിന്റെയും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് നേച്ചർ ക്ലബിന്റെയും സഹകരണത്തോടെ വിത്തൂട്ട് പരിപാടി സംഘടിപ്പിച്ചു. മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ മരോട്ടിച്ചാൽ വല്ലൂർ കോശിമുക്ക് പ്രദേശത്ത് വന്യജീവി ആക്രമണം ലഘൂകരിക്കുന്നതിനും വന്യജീവി ആവാസ വ്യവസ്ഥ പരിപോഷിപ്പിക്കുന്നതിന്റെയും ഭാഗമായി തദ്ദേശീയ വൃക്ഷത്തൈകൾ വനത്തിൽ നടുന്നതിന്റെയും കേരള വനം വന്യജീവി വകുപ്പിന്റെ ഫുഡ് ഫോഡർ വാട്ടർ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ വിത്തൂട്ട് പരിപാടി പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പട്ടിക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ AC പ്രജി അധ്യക്ഷനായി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സയന്റിസ്റ്റ് ഡോക്ടർ P സുജനപാൽ പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു. മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ M ഷാജഹാൻ, പുത്തൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജീദ്, പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയർ ജാക്സൺ ഷാജൻ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് BDO ലത, ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ബോട്ടണി വിഭാഗം അധ്യാപകരായ ഡോക്ടർ നിരഞ്ജന MR, ഡോക്ടർ പ്രജിത് TM, വാർഡ് മെമ്പർ TA ആരോഷ്, തൊഴിലുറപ്പ് തൊഴിലാളികൾ, 2ാം വർഷ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു.
വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലിറങ്ങി കൃഷിനാശം ഉണ്ടാക്കുന്നത് തടയാൻ കാടിനകത്ത് വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ ആവാസ വ്യവസ്ഥയൊരുക്കി വന്യമൃഗങ്ങളെ കാട്ടിൽ തന്നെ കഴിയാൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്തു നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പുത്തൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് ഇപ്പോൾ ഒരു 4 വാർഡുകളിൽ നിരന്തരം നമുക്ക് വന്യമൃഗശല്യങ്ങൾ വളരെ അധികം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. പക്ഷെ നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അവർക്കും അവകാശപ്പെട്ടതാണ് ഈ ഭൂമി, മനുഷ്യർക്ക് മാത്രമല്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നിരന്തരം ആനയിറങ്ങുന്ന ശല്യം, പന്നിയിറങ്ങുന്ന ശല്യം, മറ്റു മൃഗങ്ങളുടെ ശല്യം ഒക്കെ, മലയണ്ണാൻ്റെ ശല്യം, ഇതൊക്കെ അവർ വരുന്നത് അവരുടെ ഭക്ഷണം സംഭരിക്കാനും അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ സാധനങ്ങളും നമ്മൾ താമസിക്കുന്ന ഏരിയയിലാണ് ഇപ്പോൾ കിട്ടുന്നത്. അവർ താമസിക്കുന്ന ഇടങ്ങളിലൊക്കെ ഇപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് എന്താണെന്നൊന്നും ഇപ്പോൾ ഫോറസ്റ്റുകാർ പറഞ്ഞു, അവർക്ക് അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ അതുപോലെ ഒരു അറിയാനേ എനിക്കുള്ളൂ. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് പരമാവധി നമ്മളെ കൊണ്ട് സാധിക്കുന്നത് അവർ നാട്ടിലേക്ക് ഇറങ്ങി വരാതെ അവരുടേതായ സൗകര്യത്തിന് അവർക്ക് ഭക്ഷണവും വെള്ളം കിട്ടാവുന്ന രീതിയിൽ കാടിനുള്ളിൽ തന്നെ അത് ഉൽപ്പാദിപ്പിച്ചെടുക്കാനുള്ളൊരു പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് എന്നുള്ള രീതിയിൽ പല ഗ്രാമപഞ്ചായത്തുകളും നമ്മുടെ കളക്ടർ യോഗങ്ങളിലൊക്കെ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നാട്ടിലെ മുഴുവൻ ആളുകളുടെയും അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെയൊക്കെ കൃത്യമായൊരു ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കഴിയാവുന്ന തരത്തിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനും അതുപോലെ തന്നെ വന്യജീവികളെ നാട്ടിലോട്ട് വരാനുള്ള ആ പ്രവണതയെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് കഴിയണം എന്നുള്ളൊരു ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടുത്തെ വിത്തൂട്ട് പരിപാടി. അത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവിടെ നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിമാരും ഇവിടെയുണ്ട്. അവർ സാധാരണ രീതിയിൽ കാടിൻ്റെ ഉള്ളിലേക്ക് കടന്ന് വർക്ക് അവർക്ക് ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ ഫോറസ്റ്റിൻ്റെ ഒരു പ്രത്യേക ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവർക്ക് ആക്ഷൻ പ്ലാൻ രൂപീകരിച്ച് അതിൻ്റെ അംഗീകാരം മേടിച്ച് ഇപ്പോൾ അവർ നമ്മുടെ കാടിൻ്റെ ഉള്ളിൽ വർക്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. തീർച്ചയായും അവരും നമ്മളോട് സഹകരിക്കുന്നത് ഒരു വനാതിർത്തിയിലാണ് അത് ചെയ്യുന്നത്. ഫോറസ്റ്റിൻ്റെ സഹകരണത്തോടു കൂടി മാത്രമാണ് അവർക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുക. അവർ ആദ്യമൊക്കെ മടിച്ചു നിന്നെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു കാര്യമല്ലേ എന്നുള്ള ഒരു മനസ്സിൻ്റെ ഭാഗമായിട്ടാണ്. തെക്കുംകര ഗ്രൂപ്പ് വില്ലേജ് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മാണ ഉദ്ഘാടനം റവന്യൂ മന്ത്രി നിർവഹിച്ചു. തലപ്പള്ളി താലൂക്കിൽ തെക്കുംകര പഞ്ചായത്തിൽ ഉൾപ്പെട്ട തെക്കുംകര മണലിത്തറ ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം തെക്കുംകര ഗ്രാമപഞ്ചായത്ത് ഹാളിൽ റവന്യൂ മന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ച് ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. LR ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശ്രീജ, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR രാധാകൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിത സതീഷ്, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VC സജീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ സ്വാഗതവും തലപ്പള്ളി തഹസിൽദാർ MR രാജേഷ് നന്ദിയും അറിയിച്ചു. കരിമത്രയിൽ കൊടുക്കാനിടയായ കാരണം രണ്ടാമത് നമുക്ക് ലഭിച്ചത് പരിമിതമായ സൗകര്യത്തിനകത്ത് പ്രവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി വില്ലേജ് ഓഫീസിന്റെ സ്മാർട്ട് വില്ലേജ് ഓഫീസായി ഉയർത്തുന്ന പദ്ധതിക്കകത്ത് തെക്കുംകര വില്ലേജ് ഓഫീസിന് വേണ്ടി ആ സ്ഥലത്ത് നിർദ്ദേശിക്കുമ്പോൾ 2 നിലയായി നിലവിലുള്ള സൗകര്യം പരിഹരിക്കുക എന്ന ഒരു നിർദ്ദേശം കൂടി വെച്ചത് MLA എന്ന രീതിയിൽ ഞാൻ കൂടിയായി ആലോചിച്ചാണ്. നേരത്തെ ഇതിൻ്റെ നിർവഹണ ഏജൻസിയായി PWD-നെയാണ് ആലോചിച്ചിരുന്നത്. PWD ആയിട്ട് നടത്തിയ ഡിസ്കഷനിൽ കുറച്ച് സ്ഥലമൊക്കെ അപ്പുറത്തും കിട്ടുമോ നോക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ ആളുകളൊക്കെ വലിയ പരിശ്രമം നടത്തി. ഒരു കാരണവശാലും സ്ഥലം കിട്ടില്ല. പിന്നെ നമ്മുടെ PWD റോഡിന്റെ വീതി എടുക്കൽ വന്നപ്പോൾ സ്വാഭാവികമായി നമുക്കുണ്ടായിരുന്ന ചെറിയൊരു മിറ്റം കൂടി
നമുക്ക് നഷ്ടപ്പെടുന്ന നില വന്നു. അപ്പൊ അതുകൊണ്ട് ആ ഉള്ള സ്ഥലത്ത് പരമാവധി സൗകര്യത്തോടു കൂടി ഇപ്പം ഏകദേശം 1596 ചതുരശ്ര അടി മൊത്തം വിസ്തീർണം ഉണ്ടാവും. മുകളിലും താഴത്തും കൂടി താഴെ അത് 991 ചതുരശ്ര അടിയും മുകൾ വശത്ത് 605 ചതുരശ്ര അടിയാണ് നമുക്ക് നമ്മുടെ കെട്ടിടം ലഭിക്കുക. അപ്പൊ സ്വാഭാവികമായി എല്ലാ കാര്യങ്ങളും നിർവഹിക്കപ്പെടും. വന്നാൽ പിന്നെ നിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പോർട്ടിക്കോയും അതുപോലെ തന്നെ ഭിന്നശേഷി സൗഹൃദമായ പിന്നെ സൗകര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഫർണിച്ചർ. രാജീവ് ഗാന്ധി പഠന ശിബിരം, മണ്ണുത്തി ബ്ലോക്ക് കമ്മിറ്റി പ്രതിഭാ സംഗമം, അവാർഡ് വിതരണം, അനുമോദന സമ്മേളനം, കരിയർ ഗൈഡൻസ് എന്നിവ ഒല്ലൂക്ര സൊസൈറ്റി ഹാളിൽ നടന്നു. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ഡോക്ടർ മനോജ് പുഷ്കർ അധ്യക്ഷത വഹിച്ചു. നടത്തറ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് TM രാജീവ് മുഖ്യപ്രഭാഷണം നടത്തി. പാണഞ്ചേരി സൊസൈറ്റി പ്രസിഡന്റ് റോയ് കെ ദേവസി മുഖ്യാതിഥിയായിരുന്നു. മറ്റൊരു പ്രസംഗം എന്ന് പറയുന്നത് എത്ര പ്രസംഗിച്ചാലും ശോഭിക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളൊക്കെ വളരെ കഴിഞ്ഞ 1 മണിക്കൂർ നേരം മാസ്റ്ററെ മനോഹരമായ പ്രസംഗം കേട്ട് അതിൽ ലയിച്ച് ഇരിക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഇനി പ്രസംഗിക്കുമോ എന്നുള്ളൊരു ഭയം കൂടെ നിങ്ങളുടെ മുഖത്ത് കാണാനുണ്ട്. എന്തായാലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സംസാരിക്കില്ല. 1-2 ആളുകളുടെ ചെറിയ പ്രസംഗം കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിപാടി അവസാനിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ടിരിക്കണം എന്ന് മാർച്ച് ക്ലാസ് എടുത്തപ്പോഴുണ്ടായിരുന്ന ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു വെളിച്ചമൊന്നും പലരും മുഖത്തിപ്പോൾ കാണാനില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചാവും ധരിക്കുന്നത്. എന്തായാലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ പരിപാടി അവസാനിപ്പിക്കും. രാജീവ് ഗാന്ധി പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഒരു പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചതിന്റെ കാരണം വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെ സംബന്ധിച്ച് നാളുകളിൽ ലക്ഷ്യബോധമുള്ള ഒരു തലമുറയുടെ അനിവാര്യതയെ കുറിച്ച് നിങ്ങളെല്ലാം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. വിദ്യാഭ്യാസം ഒരു മനുഷ്യനെ എത്രമേൽ മാറ്റുന്നു എന്ന കാര്യം നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ അറിയാൻ സാധിക്കും. മാക്സിമം വിദ്യാഭ്യാസം നേടാൻ നമ്മൾ ശ്രമിക്കും. മാക്സിമം വിദ്യാഭ്യാസം നേടുമ്പോഴാണ് ഒരാൾ നല്ല വ്യക്തിയായി മാറുന്നത്. അങ്ങനെയുള്ള നല്ല വ്യക്തികളാണ് നല്ല കുടുംബം സൃഷ്ടിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങൾ ചേരുമ്പോഴാണ് നല്ല സമൂഹം ഉണ്ടാകുന്നത്. ആയിരക്കണക്കിന് സമൂഹങ്ങൾ ചേരുമ്പോഴാണ് നമ്മളൊക്കെ സ്വപ്നം കാണുന്ന നല്ല രാജ്യമായി നമ്മുടെ രാജ്യം മാറും. അപ്പൊ പ്രതികരണശേഷിയുള്ള, ചിന്താശേഷിയുള്ള, ലക്ഷ്യബോധമുള്ള ഒരു തലമുറയെ നമുക്ക് അനിവാര്യമാണ്. ആ തലമുറ ഉണ്ടാകണമെങ്കിൽ വലിയ വിദ്യാഭ്യാസം നേടാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. പിന്നെ SSLC പരീക്ഷയിൽ A+ നേടിയവർ, +2 പരീക്ഷയിൽ A+ നേടിയവർ, മികച്ച വിജയം നേടിയവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഒരുപക്ഷെ ഈ പ്രദേശങ്ങളിലെ പാണഞ്ചേരിയിലെ, നടത്തറയിലെ, മാടക്കത്തറയിലെ, മണ്ണുത്തിയിലെ ഒക്കെ താരങ്ങളായിട്ടാണ് നിങ്ങൾ മാറിയതെങ്കിൽ നാളെകളിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മികച്ച വിദ്യാഭ്യാസ പ്രതിഭകളായി നിങ്ങൾ ഓരോരുത്തരും മാറും. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ മൾട്ടിപർപ്പസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ നൂതനാശയങ്ങളുടെ സൃഷ്ടാക്കളാകണമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തെ പുതിയ വൈജ്ഞാനിക സമൂഹമായി മാറ്റിയെടുക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് സർക്കാർ ആദ്യ പരിഗണന നൽകുന്നു. പുതിയ 4 വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിച്ചപ്പോൾ കരിക്കുലം തയ്യാറാക്കുന്നതിൽ പ്രധാന പരിഗണന നൽകി. സ്കിൽ ഡെവലപ്മെന്റിന് പ്രാധാന്യം നൽകി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ് തുടങ്ങി 150 പുതിയ കോഴ്സുകൾ അസാപ്പ് ഉൾപ്പെടെയുള്ള സാങ്കേതിക സഹായത്തോടെ സജ്ജമാക്കി. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ സംയുക്ത പദ്ധതി റൂസ പ്രൊജക്ടിന്റെ ഭാഗമായി സെന്റ് തോമസ് കോളേജിന് 2 കോടി രൂപ അനുവദിച്ചു. 1 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ, പ്ലേസ്മെന്റ് ആക്ടിവിറ്റികൾ, എക്സ്പീരിയൻസ് ലേണിംഗ് ആക്ടിവിറ്റീസ് തുടങ്ങിയ ആവശ്യങ്ങൾക്ക് 800 സ്ക്വയർ മീറ്റർ വിസ്തൃതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മൾട്ടിപർപ്പസ് ഹാളിൽ സൗകര്യമൊരുക്കും. സെന്റ് തോമസ് കോളേജ് മാനേജർ ടോണി നീലങ്കാവിൽ അധ്യക്ഷനായി. ഡോക്ടർ ഫാദർ KA മാർട്ടിൻ സ്വാഗതവും ഡോക്ടർ ഫാദർ ഫ്ലർജിൻ ആന്റണി നന്ദിയും അറിയിച്ചു. റൂസ കോർഡിനേറ്റർ ഡോക്ടർ MT തോമസ്, ജനപ്രതിനിധികൾ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. നടത്തറ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിച്ച ആദരവ് 2025 KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. പൂച്ചട്ടി ബാങ്ക് ഹെഡ് ഓഫീസിൽ ബാങ്ക് പ്രസിഡന്റ് ജോയ് കുളങ്ങര അധ്യക്ഷനായി. അക്കാദമിക് വിഷയങ്ങളിൽ മാത്രം A+ നേടാതെ എല്ലാ മേഖലകളിലും A+ നേടാൻ പുതുതലമുറയ്ക്ക് കഴിയണമെന്നും സമൂഹത്തിൽ വിജയിക്കാൻ സാധിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ജെയ്സൺ പുലിയളക്കൽ, DCC ജനറൽ സെക്രട്ടറി ML ബേബി,
ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KN വിജയകുമാർ, നടത്തറ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബിന്ദു കാട്ടുങ്ങൽ, പഞ്ചായത്ത് അംഗങ്ങളായ TP മാധവൻ, മിനി വിനോദ് എന്നിവർ പങ്കെടുത്തു. മികച്ച കർഷകരെയും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മികച്ച കർഷക തൊഴിലാളികളെയും ഉപഹാരം നൽകി ആദരിച്ചു. ഗോപാലൻ കീഴ്വാക്കൽ, ദേവനന്ദ, സുജിത് കുമാർ. ഗർഭന്മാരുടെ പേരിലുള്ള അവാർഡാണ്. ഈ ബാങ്ക് തുടങ്ങിയത് സമൂഹത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത വളരെയധികം പ്രമുഖരായ സഹകാരികൾ ചേർന്നാണ് ഈ ബാങ്ക് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ബാങ്ക് തരുന്ന അവാർഡ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. നിങ്ങളുടെ പ്രദേശത്തെ ഒരു സഹകരണ ബാങ്ക് നിങ്ങളെ വിളിച്ച് നിങ്ങളെ ആദരിക്കുകയാണ്. ഇപ്പോൾ പല കുട്ടികളും ഇപ്പോൾ +2നും 10ാം ക്ലാസ്സിലും ഒക്കെ A+ കിട്ടിയ ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പലപ്പോഴും ഈ 10ാം ക്ലാസ്സിൽ A+ കിട്ടിയ കുട്ടികൾ പ്രീഡിഗ്രിക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ നോക്കാറുണ്ട്. പ്രീഡിഗ്രിക്ക് കിട്ടിയവർക്ക് ഹയർ സ്റ്റഡീസിന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാറുണ്ട്. ഈ പ്രീഡിഗ്രിക്കും 10ാം ക്ലാസ്സിനും ഹയർ സ്റ്റഡീസിന് A+ കിട്ടിയവർ ജീവിതത്തിൽ A+ കിട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കാറുണ്ട്. പലർക്കും അക്കാഡമിക് ലെവലിലാണ് നിങ്ങൾക്ക് A+ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പെരുമാറ്റത്തിൽ A+ ഉണ്ടാവില്ല. നിങ്ങൾ വീട്ടിൽ അച്ഛനും അമ്മമാരോടുള്ള നിങ്ങളുടെ സമീപനത്തിൽ A+ ഉണ്ടാവില്ല. സമൂഹത്തിലുള്ള നിങ്ങളുടെ പെരുമാറ്റത്തിൽ A+ ഉണ്ടാവില്ല. സ്വഭാവത്തിൽ A+ ഉണ്ടാവില്ല. അപ്പൊ A+ എന്ന് പറഞ്ഞ സാധനം അക്കാഡമിക് ആയിട്ടുള്ള A+ അല്ല. അത് നിങ്ങളെ അക്കാഡമിക് ആയിട്ട് പഠിച്ച പഠന നിലവാരത്തെ കുറിച്ച് ഉള്ള A+ ആണ്. പക്ഷെ നിങ്ങൾ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും A+ വാങ്ങുന്ന മക്കളായി മാറണം. അപ്പോഴാണ് നിങ്ങൾ മിടുക്കന്മാരും മിടുക്കികളും ആവുക. ബസ് സ്റ്റോപ്പിലേക്ക് സ്വകാര്യ ബസ് ഇടിച്ചു കയറി 3 സ്ത്രീകൾക്ക് പരിക്ക്. ചൊവ്വൂർ 5ാം കല്ലിന് സമീപം സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി അപകടം. 3 സ്ത്രീകൾക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. തൃപ്രയാറിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അഭിമാനമാണ് ഭാരതാംബ. LDF UDF രാജ്യവിരുദ്ധ മുന്നണികളെ ഒറ്റപ്പെടുത്തുക എന്ന മുദ്രാവാക്യം ഉയർത്തി BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാരത് മാതാ പൂജയും ധർണയും നടത്തി. ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ രാജ്യത്തിനും ഓരോ പൈതൃകമുണ്ട്. ഭാരതത്തിന്റെ പൈതൃകമാണ് ഭാരതാംബ എന്ന് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PK ബാബു, അഡ്വക്കേറ്റ് KR ഹരി, ആജി ഘോഷ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സുധീഷ് മേനോത്തുപറമ്പിൽ, ഡോക്ടർ V ആതിര തുടങ്ങിയവർ നേതൃത്വം നൽകി. മുളങ്കുന്നത്തുകാവ് അമ്പലനടയിൽ കാറും തടി ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഇന്ന് പുലർച്ചെയോടെ ഉണ്ടായ അപകടത്തെ തുടർന്ന് മണിക്കൂറുകളോളം പ്രദേശം ഗതാഗത കുരുക്കിലമർന്നു. തിരൂർ മുതൽ അത്താണി വരെ കിലോമീറ്ററുകളോളം വാഹനങ്ങളുടെ നീണ്ട നിര തന്നെയായിരുന്നു. തൃശൂർ ഭാഗത്ത് നിന്ന് ഷൊർണൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ച കാറും എതിർദിശയിൽ നിന്ന് വന്ന ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കാർ യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഹൈവേ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487 237 2374.
മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. നടത്തറ ഗ്രാമപഞ്ചായത്തിന്റെയും നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെയും നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത് അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിയ ഗിഫ്റ്റൻ, വാർഡ് മെമ്പർ KK ജയൻ, ആയുർവേദ ഡോക്ടർ സിൻസി, യോഗ ഇൻസ്ട്രക്ടർ സൗമ്യ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ശ്രീനിവാസനെ സ്വീകരണം നൽകി വടക്കാഞ്ചേരി ബ്ലോക്ക് മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അത്താണി ബ്രാഞ്ചിൽ വെച്ച് പ്രസിഡന്റ് ദിവാകരന്റെ അധ്യക്ഷതയിൽ 80 വയസ്സ് പൂർത്തീകരിച്ച ഡോക്ടർ KK ശ്രീനിവാസനെ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് KA രാമചന്ദ്രൻ സ്വാഗതവും ഭരണസമിതി അംഗം CA ശങ്കരൻകുട്ടി പൊന്നാടയണിയിക്കുകയും ചെയ്തു. EK ദിവാകരൻ ഭരണസമിതി അംഗം സത്യൻ ജിയും കൂടി മെമന്റോ നൽകി. CA ശങ്കരൻകുട്ടി, ജോൺസൺ, ഡോക്ടർ ശശിധരൻ, നാസർ മങ്കര, അനിൽകുമാർ, ഗോകുലൻ, ഡിസോൺസ് വർഗീസ്, ലില്ലി, രമാദേവി, സുഷിമോൾ, സംഘം സെക്രട്ടറി ശോഭ എന്നിവർ ആശംസകൾ അറിയിച്ചു. സത്യൻ ജി നന്ദി രേഖപ്പെടുത്തി. എല്ലാ ഭാഗവാക്കുകളും എനിക്കുള്ള കടപ്പാട് ആദ്യം ഞാൻ അറിയിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ 1973 ജൂലൈ 9 അത്താണി എന്ന ഈ പോയിന്റിൽ ഞാൻ വരുന്നത്. പെരിങ്ങല്ലൂരിലുള്ള ESI TB ഹോസ്പിറ്റലിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി. അന്ന് ഒരിക്കലും പേടിയാവും. ഞാൻ ജൂലൈ 9 കാലിക്കറ്റ് പഠിക്കണമെന്ന് ലീവ് ചെയ്തിട്ട് 9 മണിക്ക് 10 മണിക്ക് ലീവ് ചെയ്തിട്ട് 5 മണിക്ക് മുമ്പ് എത്തും. അപ്പോൾ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് തൃശ്ശൂരിൽ ടാക്സി വിളിച്ചുകൊണ്ട് എത്തി. ഇവിടെ ഒന്ന് പേടിയായി നമ്മൾ പഠിക്കാണ്ട് പോകും. അങ്ങനെ ഒരു സംവിധാനത്തിലായിരുന്നു ഇവിടെ ഞാൻ ആദ്യം ജോയിൻ ചെയ്തത്. അവിടെ നിന്നാണ് ഞാൻ വടക്കാഞ്ചേരിക്ക് 3 വർഷത്തിൽ ചേക്കേറിയത്. അതിനുശേഷം വടക്കാഞ്ചേരി പോയിട്ടില്ല. ആ വടക്കാഞ്ചേരി പോകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും ഈ ദിവാകരനും നമ്മുടെ പ്രിയപ്പെട്ട ദിവംഗതനായ തിരുവേനിയുമാണ്, കമ്പനിപ്പാണ്. അദ്ദേഹമാണ് അവർ എന്നെ ഇവിടെ വടക്കാഞ്ചേരി കുടിയിരുത്തിയത്. അതിനുശേഷം ഞാൻ വടക്കാഞ്ചേരി വിട്ടു പോയിട്ടില്ല പെൻഷൻ ആവുന്നവരെ. പെൻഷൻ ആവാൻ വേണ്ടിയിട്ട് 1.5 വർഷം പോകേണ്ടി വന്നു തിരുവനന്തപുരത്തിൽ. കാരണം ഇവിടെ പോസ്റ്റില്ല. അന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ പോസ്റ്റ് ആപ്പാട് 5-6 മണിയുള്ളൂ. തൃശ്ശൂരില്ല. അവിടെ എനിക്ക് പോകേണ്ടി വന്നു. തിരിച്ച് 1.5 വർഷം കഴിഞ്ഞ് അവിടുന്ന് പെൻഷൻ ആവുകയില്ല. BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനം ആചരിച്ചു. തൃശൂർ നമോ ഭവനിൽ നടന്ന ചടങ്ങിൽ യോഗാചാര്യൻ അനീഷ് ഇയാൽ നേതൃത്വം നൽകി. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ AN രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ജില്ലാ പ്രഭാരി MV ഗോപകുമാർ, സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, MS സമ്പൂർണ, മേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പൂർണിമ സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. നെടുപുഴ പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പ് മന്ത്രി K രാജൻ സന്ദർശിച്ചു. മഴക്കാലം നേരിടുന്നതിന് സർക്കാരും ജില്ലാ ഭരണകൂടങ്ങളും തയ്യാറാണെന്നും ഏത് ഘട്ടത്തെയും നേരിടാൻ തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ എടുത്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അടിയന്തര സാഹചര്യമുണ്ടായാൽ വകുപ്പുകൾ കൂടി ആലോചിച്ച് 5000-ഓളം ക്യാമ്പുകൾക്കുള്ള സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നെടുപുഴയിലെ 43-44 ഡിവിഷനുകളിൽപ്പെട്ട മുല്ലയ്ക്കൽ തുരുത്ത്, മല്ലിത്തറ തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്നാണ് കുടുംബങ്ങളെ മാറ്റിയത്. നിലവിൽ 18 കുടുംബങ്ങളിൽ നിന്നായി 66 പേരുണ്ട്. ക്യാമ്പിൽ കഴിയുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ വില്ലേജ് ഓഫീസറെ ചുമതലപ്പെടുത്തി. വൈദ്യസഹായം ആവശ്യമുള്ളവർക്ക് ചികിത്സാ സഹായം നൽകാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി. കൌൺസിലർമാരായ ദിനേശ് തയ്യിൽ, AR രാഹുൽനാഥ്, ADM ടി മുരളി,
വില്ലേജ് ഓഫീസർ KV വനിത, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഏത് സാഹചര്യത്തെയും നേരിടാൻ കഴിയുന്ന വിധത്തിലുള്ള തയ്യാറെടുപ്പ് നടന്നിട്ടുണ്ട്. ഇത്തവണ മൺസൂൺ നേരത്തെ വന്നിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെല്ലാം മുമ്പിലുണ്ടെങ്കിലും നമ്മുടെ തെക്കൻ ഗുജറാത്തിന് മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ചക്രവാത ചുഴിയാണ് ഇപ്പോൾ ന്യൂനമർദ്ദമായിട്ട് ശക്തി പ്രാപിച്ച് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ അറിയിച്ചിരുന്നു. അതനുസരിച്ചിട്ടുള്ള സംവിധാനങ്ങൾ പോകുന്നു. ഇന്നത്തോടുകൂടി ഒരു ചെറിയ ഒഴിവ് മഴയ്ക്കുണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. എത്ര ക്യാമ്പുകൾ? 48 ക്യാമ്പുകളിലായി 279 കുടുംബങ്ങളാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള ക്യാമ്പുകളിലായിട്ടുണ്ട് എന്ന് പറയുന്നത്. 48 കുടുംബങ്ങളിലായി 279 കുടുംബങ്ങളിലായി 812 അംഗങ്ങൾ ഇപ്പോൾ നമ്മുടെ വിവിധ ക്യാമ്പുകളിലായി താമസിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ 5000-ഓളം വരുന്ന ക്യാമ്പുകൾ സ്ഥലങ്ങൾ മാർക്ക് ചെയ്തുകൊണ്ട് നേരത്തെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പും റവന്യൂ വകുപ്പും കൂടി ആലോചിച്ച് എന്തെങ്കിലും ഒരു അപകടം വന്നാൽ ആ ഘട്ടത്തിൽ തയ്യാറായി നിൽക്കാവുന്ന സ്ഥിതിവിശേഷം തയ്യാറാക്കിയിട്ടുണ്ട്. വേറെ ഭീതിജനകമായിട്ടുള്ള അവസ്ഥയൊന്നും കേരളത്തിലില്ല. എല്ലാം അണ്ടർ കൺട്രോളാണ്. ഏത് സാഹചര്യത്തിൽ നേരിടാനുള്ള തയ്യാറാണ്. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. കോട്ടൺ മുണ്ടിന് JBC, കസവ് സാരിക്ക് JBC, കാവിലുങ്കിക്ക് ഹിന്ദൂസ്, ഫോർമൽ ഷർട്ടിന് അൽത്തോബി. JBC ഹിന്ദൂസ് അൽത്തോബി. വ്യക്തിത്വത്തെ നെയ്തെടുക്കുന്നു. JBC, ബിന്ദുസ്, അൽത്തോബി, JB കമ്പനി ഉൽപ്പന്നം, ഈറോഡ്. വാർത്തകൾ തുടരുന്നു. BJP പീച്ചി മണ്ഡലത്തിൽ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് NH അധ്യക്ഷനായി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് നാനോത്തുപറമ്പിൽ യോഗാ ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ധ്വനി ഉത്തമൻ, പ്രദീപ് ഞാറ്റുവെട്ടി എന്നിവർ യോഗ ക്ലാസുകൾ നിയന്ത്രിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി അരുൺ മണ്ഡലം, വൈസ് പ്രസിഡന്റ് ദിലീപ് എന്നിവർ ആശംസകൾ അറിയിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് അജി MP നന്ദി അറിയിച്ചു. യോഗ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗവും മാനസികവും ആരോഗ്യപരവുമായ വളർച്ചയ്ക്ക് ഗുണം ചെയ്യുന്നുവെന്നും ലോക സമാധാനത്തിലേക്കുള്ള മാനസിക ഐക്യത്തിന് വലിയൊരു മുതൽക്കൂട്ടാണെന്നും പീച്ചി മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് അഭിപ്രായപ്പെട്ടു. വടക്കാഞ്ചേരിയിൽ ഇലക്ട്രിസിറ്റി ജീവനക്കാരൻ ഷോക്കേറ്റ് മരിച്ചു. കുമരനെല്ലൂർ 1-ാം കല്ലിൽ റേഷൻ കടയ്ക്ക് സമീപമുള്ള പോസ്റ്റിൽ കയറിയ കൊടുമ്പ് സ്വദേശി ചാത്തൻചിറ കോളനി ചാമി മകൻ 44 വയസ്സുള്ള സുധാകരനാണ് മരിച്ചത്. ഭാര്യ പ്രസന്ന, മക്കൾ പുണ്യ, തീർത്ഥ, അമ്മ അമ്മിണി. ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഒല്ലൂക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറവട്ടാനി തൃശൂർ കോർപ്പറേഷൻ പെലെ ദ ലെജൻഡ് ഫുട്ബോൾ ഗ്രൗണ്ടിന് മുൻവശം പ്രതിഷേധ കാൽപന്തുകളി നടത്തി. തൃശൂർ കോർപ്പറേഷൻ കഴിഞ്ഞ 9 വർഷമായി പണി തുടരുന്ന പറവട്ടാനി ഗ്രൗണ്ട് 2 ഭരണകാലം തീരാറായിട്ടും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ടൂർണമെന്റ് നടന്നിരുന്ന ഗ്രൗണ്ട് കോടികൾ ചിലവ് നടത്തി 2023 പേരിനു മാത്രം ഉദ്ഘാടനം ചെയ്ത് യുവജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് നടത്തുന്ന ദുരവസ്ഥയ്ക്ക് അവസാനമുണ്ടാകണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിയോ രാജൻ അധ്യക്ഷനായി. ജില്ലാ യൂത്ത് കോൺഗ്രസ് ഹരീഷ് മോഹൻ ഉദ്ഘാടനം ചെയ്തു. K സുബേഷ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തി. കളിക്കളത്തിന് അനുകൂല സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ വൻ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് മണ്ഡലം പ്രസിഡന്റ് ലിയോ രാജൻ പറഞ്ഞു. CK ഫ്രാൻസിസ്, പ്രഭുദാസ് പാണേങ്ങാടൻ, ജെൻസൺ ജോസ് കാക്കശ്ശേരി, സജോ സണ്ണി, പ്രിയൻ ജോർജ്, KK ജയ്കോ, ലിൻഡോ രാജൻ, ലിയാസ് ബാബു, ജിബി വേണുഗോപാൽ, ലിജോ തോമസ്, മിൻഡോസി ആന്റോ, അനീഷ്, ഷഹീർ എന്നിവർ പ്രസംഗിച്ചു. ഒരു ധാർമ്മിക സമരവുമായിട്ട് യൂത്ത് കോൺഗ്രസ് ഒല്ലൂക്കര മണ്ഡലം കമ്മിറ്റി ഇടയ്ക്ക് കടന്നുവന്നിരിക്കുകയാണ്. കഴിഞ്ഞ 8-9 വർഷക്കാലമായി 2015 ആദ്യത്തെ LDF കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷന്റെ അധികാരത്തിലേക്ക് എത്തിയപ്പോൾ അന്ന് മുതൽ ഈ പറവട്ടാനിയിലെ ഈ ഗ്രൗണ്ട്, അന്നുവരെ ഈ മേഖലയിലെ സാധാരണക്കാരായ കുട്ടികൾ അല്ലെങ്കിൽ ഇവിടുത്തെ യുവജനങ്ങൾ കളിച്ചു വളർന്നിരുന്ന ഈ ഗ്രൗണ്ട്
വലിയ രീതിയിലേക്കുള്ള സംവിധാനത്തിലേക്ക് മാറ്റണം എന്നുള്ള ഉദ്യമത്തോടുകൂടി ഈ കോർപ്പറേഷനിലെ സമസ്ത മേഖലകളിലെയും ഓഡിറ്റോറിയങ്ങളും അല്ലെങ്കിൽ കളിസ്ഥലങ്ങളുമൊക്കെ അവർ പൊളിച്ചിടുന്നതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ അന്ന് ഈ ഒല്ലൂക്കര മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഈ ഒല്ലൂക്കര സോണലിൽ ഉൾപ്പെടുന്ന ഈ പെനേത ഈ പറവട്ടാനി ഗ്രൗണ്ട് അവർ പൊളിച്ച് അത് നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചതാണ്. വലിയ രീതിയിലുള്ള ഗ്രൗണ്ട് സൗകര്യങ്ങളും എല്ലാം കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ഇവിടുത്തെ കൗൺസിലർ, അന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കം അല്ലെങ്കിൽ ഇന്നത്തെ ഡെപ്യൂട്ടി മേയർ ML റോസിയുടെ നേതൃത്വത്തിലാണ് ഈ ഗ്രൗണ്ടിന്റെ നവീകരണം നടത്തുന്നതിന് വേണ്ടി പൊളിച്ചത്. ഇന്ന് 7-8 വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ ലിയോ രാജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 2023 പേരിനൊന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇവിടുത്തെ കുട്ടികൾക്കോ യുവജനങ്ങൾക്കോ യാതൊരു രീതിയിലുമുള്ള സൗകര്യങ്ങൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾക്ക് ഒരുക്കി കൊടുക്കാതെ കേവലം ഒരു പ്രഹസന ഉദ്ഘാടനം മാത്രം 2023 നടത്തിക്കൊണ്ട് ഇന്ന് ഈ നിമിഷം വരെ ഈ ഗ്രൗണ്ടിന്റെ അകത്തേക്ക് കളിക്കുന്നതിനായിട്ട് ഒരു യുവാവിനോ ഒരു യുവതിക്കോ പോലും കയറാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ചോദിച്ചിരുന്നു, അപ്പോൾ പറഞ്ഞിരുന്നു ഇവിടെ കാലങ്ങളായിട്ട് കൃത്യമായി കൊണ്ട് തന്നെ എല്ലാ വർഷങ്ങളും വലിയ രീതിയിലുള്ള ടൂർണമെന്റുകൾ സംഘടിപ്പിച്ചു പോരുന്നിരുന്ന ഒരു ഗ്രൗണ്ടാണ്. നമ്മൾക്കറിയാം ഇന്ന് കാലഘട്ടത്തിൽ കളിസ്ഥലങ്ങൾ വളരെ അധികം ചുരുങ്ങി വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. ഉള്ള സ്ഥലങ്ങളിലെല്ലാം കെട്ടിടങ്ങൾ അല്ലെങ്കിൽ സർക്കാർ പൊതുസ്ഥലങ്ങളാണെങ്കിൽ അവിടെ സർക്കാർ ഓഫീസുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് ഭൂമികളാണെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള ഫ്ളാറ്റുകൾ മറ്റ് സാഹചര്യങ്ങൾ വരുന്ന ഈ കാലഘട്ടത്തിൽ യുവജനങ്ങൾക്ക് കളിക്കാനുള്ള അല്ലെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളത്. ആ കാലഘട്ടത്തിൽ ഇതുപോലത്തെ പൊതു ഗ്രൗണ്ടുകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ പൊതു ഇടങ്ങൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അഴിമതിക്ക് വേണ്ടി ഇതുപോലത്തെ കൂത്തരങ്ങാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് വരും തലമുറയ്ക്ക് കളിച്ചു വളരുവാനുള്ള സാഹചര്യമാണ് ഇല്ലാതാകുന്നത്. ഇന്ന് നമുക്ക് ഈ ഗ്രൗണ്ടിലേക്ക് നോക്കിയാൽ കാണാവുന്നതാണ്, പുല്ല് പിടിച്ച് കാട് പിടിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവിട്ടുകൊണ്ട് പകുതിയിലെത്തി നിൽക്കുന്ന ഈ ഗ്രൗണ്ടിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. അപ്പോൾ കോടിക്കണക്കിന് രൂപ ഇവിടെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് യാതൊരു രീതിയിലുമുള്ള അതിന്റെ മെയിൻ്റനൻസ് നടത്തുവാനോ അല്ലെങ്കിൽ അതിന്റെ ലൈറ്റിംഗ് സൗകര്യങ്ങൾ ഒരുക്കുവാനോ അല്ലെങ്കിൽ ഇതിന് ശുചീകരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കുവാനോ അല്ലെങ്കിൽ അതിന്റെ ആൾക്കാർക്ക് കാണികൾക്ക് ഇരിക്കുവാനുള്ള സ്ഥലങ്ങൾ ഒരുക്കുവാനോ അല്ലെങ്കിൽ അതിന്റെ പാർക്കിംഗ് സൗകര്യം ഒരുക്കുവാനോ ചുറ്റുമുള്ള ഏരിയ അല്ലെങ്കിൽ കൃത്യമായി കൊണ്ട് പുല്ല് വെട്ടിക്കൊണ്ട് അവിടെ കൃത്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുവാനോ ഈ കോർപ്പറേഷന് കഴിയാതെ മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് NREG വർക്കേഴ്സ് യൂണിയൻ യൂണിറ്റ് കൺവെൻഷൻ PH സജീവ് ഉദ്ഘാടനം ചെയ്തു. സുജാത പുഷ്പൻ സ്വാഗതവും ചന്ദ്രിക കൊക്കിണി നന്ദിയും അറിയിച്ചു. 9ാം വാർഡ് കൺവെൻഷൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലതാ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. ഗൌരി കേശവൻ സ്വാഗതവും അജിത നന്ദിയും അറിയിച്ചു. പെൺകുട്ടികളെ കമന്റ് അടിച്ചത് ചോദ്യം ചെയ്തതിനുള്ള വൈരാഗ്യത്തിൽ യുവാവിനെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി റിമാൻഡിൽ. SN പുരം പള്ളിനട സ്വദേശി ഊളക്കൽ വീട്ടിൽ സിദ്ദിഖിനെയാണ് പെരുമ്പാവൂരിൽ ഒളിവിൽ കഴിഞ്ഞു വരുന്നതിന്റെ വിവരം ലഭിച്ചതനുസരിച്ച് പെരുമ്പാവൂരിൽ നിന്ന് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി നടപടിക്രമങ്ങൾക്കു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, സബ് ഇൻസ്പെക്ടർമാരായ മുഹമ്മദ് റാഫി, അനു ജോസ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. മരണവീട്ടിൽ കയറി ആക്രമണം നടത്തിയ കേസിൽ സ്റ്റേഷനിലെ 2 വനിതാ റൌഡികളും യുവാവും റിമാൻഡിൽ. ചന്ദ്രാപിന്നി ചാമക്കാല സ്വദേശി പറുപനക്കൽ വീട്ടിൽ ഷിബിൻ, സ്റ്റേഷൻ റൌഡികളായ വലപ്പാട് കരയാമുട്ടം സ്വദേശി സ്വാതി, ഇയാനി വീട്ടിൽ ഹിമ എന്നിവരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രവേഷ് MK, സബ് ഇൻസ്പെക്ടർ സദാശിവൻ, പ്രൊബേഷൻ SI ജിഷ്ണു, ഡ്രൈവർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ചഞ്ചൽ, വനിതാ സിവിൽ പോലീസ് ഓഫീസർ സിജി എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് വിൽപ്പന നടത്താനായി സൂക്ഷിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാൾ അറസ്റ്റിൽ. കോടാലിയിലുള്ള സ്കൂളിന് സമീപം റോഡരികിൽ സ്കൂട്ടറിലിരുന്ന് കുട്ടികളുടെ ശാരീരിക വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഹാനികരമായ സർക്കാർ നിരോധിച്ച പുകയില ഉൽപ്പന്നം കൈവശം വച്ചതിനാണ് കോടാലി സ്വദേശി പോളക്കുളത്ത് വീട്ടിൽ സന്തോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് നിരോധിത ഉൽപ്പന്നവും 550 രൂപയും മൊബൈൽ ഫോണും സ്കൂട്ടറും പിടിച്ചെടുത്തു. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കൃഷ്ണൻ K, സബ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ശൈല എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. മുകുന്ദപുരം താലൂക്കിൽ 37 സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു.
തൃശൂർ സെന്റ് തോമസ് കോളേജിൽ മൾട്ടിപർപ്പസ് ഹാൾ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മാന്നാമംഗലം ഫോറസ്റ്റ് പരിധിയിൽ വന്യജീവി ആക്രമണം ലഘൂകരിക്കാൻ വൃക്ഷത്തൈകൾ നടുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സമ്പൂർണ്ണ യോഗ കൈവരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളെ പ്രത്യേകമായി അംഗീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.